ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും ഇതാ നോമ്പൊക്കെ എടുത്ത് സുഖമായിട്ടിരിക്കുകയാണോ? നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പം നമ്മുടെ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യത്തെ നോമ്പിൻ്റെ ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് രണ്ടാമത്തെ ദിവസമായിരിക്കും കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈസിക്കുട്ടിക്ക് സ്കൂളുണ്ട്, ഉച്ച വരെ ഉള്ളൂ കേട്ടോ. സ്കൂള് എത്തിങ്ങാന സ്കൂളിലാണ് പഠിക്കുന്നത്, മുസ്ലിം സ്കൂളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ നമ്മൾ പെരുന്നാൾ, റമദാൻ അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെതായ ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ എക്സാം ടൈം ആവാനായല്ലോ, 20-ാം തീയതിയാണ് കേട്ടോ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് ലീവില്ല, പക്ഷെ ഉച്ചയ്ക്ക് വിടും. സാധാരണ നമ്മുടെ ക്ലാസ് തുടങ്ങാറുള്ളത് 10:30 തൊട്ട് 3:30 വരെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 10 മണിക്കാണ് ബസ് വരാറുള്ളത്, സെക്കൻഡ് ട്രിപ്പാണ്. പക്ഷെ ഇപ്പോൾ 9:30 തുടങ്ങിയിട്ട് 1:30 തീരും കേട്ടോ. അപ്പോൾ 8:45 ആകുമ്പോഴത്തേക്കും ബസ് വരുന്നുണ്ട്. അപ്പം നമ്മളിതാ രാവിലെ എഴുന്നേറ്റ് റെഡിയാക്കിയതാ നമ്മൾ ഫൈസിക്കുട്ടിനെയും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫാദുക്കുട്ടി ഇതാ ഇപ്പം എഴുന്നേറ്റിട്ടുള്ളൂ കേട്ടോ. അതാണ് കേട്ടോ മുടിയും കോലൊക്കെ. അങ്ങനെ അവൾ ഇറങ്ങുമായിരുന്നു. അപ്പം ഇക്കാനടുത്ത് ആക്കിയിട്ട് വരാനാണ് വിചാരിച്ചത്. പക്ഷെ എല്ലാം റെഡിയാക്കി ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ അവൾ എഴുന്നേറ്റു കേട്ടോ. പിന്നെ അവൾ കരഞ്ഞിട്ട് നിന്നില്ല കേട്ടോ, ഇക്കാൻ്റെ അടുത്ത് നിന്നില്ല. പിന്നെ വേഗം അവളെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുഖം മാത്രം ഒന്ന് കഴുകിയിട്ട് അങ്ങനെ കൊണ്ടുവന്നാണ്. അങ്ങനെ ഫൈസിക്കുട്ടീനെ ഇതാ 9 മണിയൊക്കെ ആയപ്പോഴാണ് ബസ് വന്നത്. ബസ്സൊക്കെ കയറ്റിയിട്ട് ഞാനും ഫാദർ ഇതാ തിരിച്ച് വീട്ടിലേക്ക് ഇതാ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഇതാ കുറച്ച് പണികളൊക്കെ ഉണ്ട്. രാവിലെ ഇതാ മക്കൾക്ക് ബൂരിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതാ ഫാദുക്കുട്ടിക്ക് കൊടുക്കണം, അവളിപ്പോൾ എഴുന്നേറ്റിട്ടല്ലേ. അപ്പോൾ അവൾക്ക് കൊടുക്കാനുണ്ട്. പിന്നെ ഇതാ നമ്മളെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഇക്ക് കിടക്കാറുള്ളത്, ചൂടായതുകൊണ്ട്. അപ്പോൾ ആ ഒരു ബെഡൊക്കെ പുറത്തുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു. പിന്നെ അതാ വേഗം തന്നെ തിരുമ്പാൻ വേണ്ടി വന്നു കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കല്ലിൻ്റെ അവിടെ ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ വെയിൽ വരുന്നതിന് മുന്നേ തിരുമ്പലും പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പം തിരുമ്പാന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഫാദുക്കുട്ടി മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. നല്ല ജലദോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് അവളെ അംഗനവാടിയിൽ വിടുന്നുള്ളൂ വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം എന്തായത് പോവാന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്ക് കൊണ്ടാക്കാൻ വയ്യായിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇക്കാക്ക് ലീവുണ്ട്, 3-4 ദിവസം മാർക്കറ്റ് ലീവായിരിക്കും കേട്ടോ നീ നോമ്പ് തുടങ്ങിയതുകൊണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫൈസിക്കുട്ടീനെ കൊണ്ടാക്കിയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് 10 മണിക്ക് കൊണ്ടാക്കാൻ പോകണം. പിന്നെ തിരിച്ച് നമുക്ക് 2 മണി 2:30 എന്നൊക്കെ പറയുന്നത് നല്ല ചൂടും വെയിലൊക്കെ ഉള്ള സമയമാണ്. നമ്മൾ നല്ലോണം തളർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ എനിക്ക് കൊണ്ടാക്കാൻ വയ്യ. എന്തായാലും ഈ ഒരു പ്രാവശ്യം സ്കൂളിൽ ചേർത്തുന്നില്ല, 3 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വർഷം ചേർത്തുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു വർഷം ഇങ്ങനെ പോട്ടെ പറഞ്ഞിട്ട് അപ്പം ഇനി എന്തായാലും നോമ്പ് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് അംഗനവാടിയിൽ വിടുന്നത് കേട്ടോ. പിന്നെ ഇതാ തുണികളൊക്കെ തിരുമ്പി കഴിഞ്ഞ് വിരിച്ചിടാണ് കേട്ടോ. അപ്പൊ തന്നെ വിരിച്ചിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് മറന്നു കേട്ടോ. തിരുമ്പൽ കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങാറില്ല. ഒന്നാമത് ഈ ഒരു സൈഡൊക്കെ നല്ല വെയിലായിരിക്കും കേട്ടോ. അപ്പൊ പിന്നെ ഈ ഒരു വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനത് തുറക്കാറില്ല. പിന്നെ ശരിക്കും തുണികൾ വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറന്നു കേട്ടോ. പിന്നെ അത് വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എനിക്ക് ഓർമ്മ വരാം. അപ്പം അത് കൈയോടെ വിരിച്ചിട്ടിട്ട് ഉള്ളിലേക്ക് കയറാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഈ പെണ്ണാണെങ്കിലും ഈ മതിലിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാട്ടോ. എനിക്കാണെങ്കിൽ ഈ ഫോണിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ പേടിയാണ് കേട്ടോ. ട്രൈപോഡിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. തള്ളിയിടോ ഒന്നും പേടിയാണ് കേട്ടോ. അപ്പം അവളുടെ തലയിൽ വെള്ളം ഒറ്റാണ് പറഞ്ഞിട്ട് കേട്ടോ. വെള്ളം തലയിലേക്ക് ഒറ്റാൻ വേണ്ടി കാട്ടാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് വിറകൊക്കെ മേലെന്ന് എടുത്തിടാനുണ്ട് കേട്ടോ. നമ്മളെ വിറക് വെക്കണ അടുപ്പിന്റെ അടിയിലത്തെ വിറകൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നോമ്പിന് അടുപ്പൊക്കെ കത്തിക്കിപ്പോൾ വിറക് പെട്ടെന്ന് പോയി കൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചധികം വിറക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ വിറകും ചകിരിയൊക്കെ മേലാണ് എടുക്കാറുള്ളത്. ഞാൻ കുറേ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിറക് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ വിറക് വാങ്ങിച്ചിട്ട് അധികം ആയിട്ടില്ല കേട്ടോ, അങ്ങനെ ഉണങ്ങി വരുന്നതന്നെ ഉള്ളൂ. നല്ല വെയിലായതുകൊണ്ട് പിന്നെ ആ ഒരു ചൂടിൽ അങ്ങനെ കത്തലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ വിറകും പിന്നെ ഇപ്പുറത്തെ ചകിരി ഇതേപോലെ പരത്തിയിട്ടിക്കാണ് കേട്ടോ. അപ്പം മഴ വരുന്നതിന് മുന്നേ തന്നെ ഇത് ചാക്കിലൊക്കെ ആക്കി മൂടി വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കത്തൂലല്ലോ. ചകിരി കൊണ്ടുവന്ന സമയത്ത് നല്ല പച്ചയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒന്നും ചാക്കിലാക്കാതെ അങ്ങനെ പരത്തി വെച്ചത്. പച്ച നമ്മൾ വെറുതെ ചാക്കിലാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, നല്ല വെയിൽ കൊണ്ട് ഉണങ്ങിയാൽ മാത്രമേ ചകിരി കത്തുള്ളൂ. അപ്പം അങ്ങനെ ഇതേപോലെ പരത്തിയിട്ടതാണ് കേട്ടോ. അപ്പം ഞാൻ 2 കയ്യിൽ 2 പ്രാവശ്യമായിട്ട് അങ്ങനെ കുറച്ച് വിറക് താഴെ കൊണ്ടുപോയി വെച്ചു.
ഇനി അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ രാവിലെ ഫൈസിക്ക് ബൂരിയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു വിട്ടു കേട്ടോ. പിന്നെ ചോറ് ഞാൻ രാവിലെ വെച്ചില്ല, വെക്കാനുള്ള ടൈം കിട്ടില്ല കേട്ടോ. അരി വെന്തിട്ടുണ്ടായിരുന്നില്ല, വേവാൻ ഉള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ ഉച്ചയ്ക്ക് എന്തായാലും ഉച്ചയ്ക്ക് 1:30 വരുമല്ലോ, വരുമ്പോൾ അങ്ങനെ ചൂടോടെ കഞ്ഞി കൊടുക്കാൻ പറഞ്ഞിട്ട് കഞ്ഞിയും വെള്ളപ്പയർ ഉപ്പേരിയും പപ്പടം വറുക്കാന്ന് വിചാരിച്ചിട്ടോ. കറിയൊന്നും ഉണ്ടാക്കാൻ വയ്യ, അതുകൊണ്ട് സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളപ്പയർ കുറച്ച് മുന്നേ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇത്രയും കുറച്ച് വെള്ളപ്പയറിന് എന്തിനാ ഈ വലിയ കുക്കർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ചെറിയ കുക്കർ കംപ്ലൈന്റ് ആണ് കേട്ടോ, അതിന്റെ പിടുത്തം പോയിട്ടാണ്. അതൊന്ന് ശരിയാക്കണം, അതിന്റെ സ്ക്രൂ പോയിക്കണം കേട്ടോ. സ്ക്രൂ എവിടെ പോയി എന്നറിയില്ല, പാത്രം കഴുകുമ്പോൾ ഇങ്ങനെയോ മിസ്സായതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ വലിയ കുക്കറിലിടാൻ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ നോമ്പെടുക്കുന്ന എല്ലാവരും നല്ലോണം വെള്ളമൊക്കെ കുടിക്കാട്ടോ, കാരണം നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാട് ജ്യൂസും അതുപോലെ എന്താ പറയുക മധുരമുള്ള സാധനങ്ങളൊന്നും അധികം കഴിക്കാതെ നല്ലോണം വെള്ളം കുടിക്കാൻ നോക്കുക കേട്ടോ. ഒരു 2 ലിറ്റർ 3 ലിറ്റർ വെള്ളമെങ്കിലും നമുക്ക് ആ ഒരു നോമ്പ് തുറന്ന് എന്താ പറയുക അത്താഴത്തിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ മരുന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്ന ആൾക്കാരൊക്കെ ഡോക്ടർ ഒന്ന് സജസ്റ്റ് ചെയ്ത ശേഷം മാത്രം നോമ്പെടുക്കാനൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പയറ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തീ കത്തിച്ചിട്ട് ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കഞ്ഞി ആയിക്കോളും. പിന്നെ ആ ഒരു പയറും ആവട്ടെ വിചാരിച്ചിട്ട് ആ ഒരു ടൈമിൽ വേഗം ഒന്ന് അടിച്ച് വാരിടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് തുടക്കുന്നൊന്നുമില്ല കേട്ടോ. ഇന്നലെ നല്ലോണം തുടച്ചിട്ടുണ്ടായിരുന്നു, നല്ല വൃത്തിയായിട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം നോമ്പാകുമ്പോൾ ഫസ്റ്റ് ദിവസം നമുക്ക് നല്ല ക്ഷീണമായിരിക്കും, കാരണം നമ്മളിത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ വെള്ളവും ചോറും ഒക്കെ തിന്നിങ്ങനെ നടന്നാലേ. അപ്പോൾ ഫസ്റ്റത്തെ ദിവസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ നല്ലോണം ക്ലീൻ ആയി തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഫൈസി സ്കൂളിൽ കാരണം ഒന്നും സമ്മതിക്കൂല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലോണം ഉണ്ട്. അപ്പൊ എങ്ങനെങ്കിലൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തോ ചീപ്പ് കണ്ട സമയത്ത് പറഞ്ഞു ആ ഒരു പേപ്പർ ഉണ്ടോ, അപ്പൊ അത് ഞാൻ നമ്മളെ ബോട്ടിലൊക്കെ പെയിന്റ് അടിക്കുന്ന സമയത്ത് പെയിന്റ് ആവാതിരിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു കേട്ടോ. അപ്പൊ അത് മേലെ പോയപ്പോൾ കിട്ടിയതാണ്. അത് കണ്ടപ്പോൾ അതിലേക്ക് പേര് വാർന്നിടുകയോ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു നേക്കില് ചൂലൊക്കെ അവിടെ ഇട്ടിട്ട് വേഗം വാരാൻ വേണ്ടി വന്നു കേട്ടോ. കാരണം ഇവളത് എപ്പോഴും സമ്മതിക്കൂല കേട്ടോ. സമ്മതിക്കുന്ന സമയത്ത് വേഗം വാരാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ട് വാർന്നതാണ് കേട്ടോ. അത് 2-3 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഞാന് തുളസീന്റെ ഇലയൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തേച്ചിട്ട് പാതുകുട്ടിക്ക് പറ്റണില്ല കേട്ടോ. പെട്ടെന്ന് പനിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതല്ലാതെ വേറെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ട് പേൻ പോകാനുള്ള എന്തെങ്കിലും പാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. നമ്മൾ മുടിയൊക്കെ വാർന്ന് 2 സൈഡ് കൊമ്പൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. അപ്പൊ എപ്പോഴൊന്നും സമ്മതിക്കൂല കേട്ടോ, അവൾക്കൊന്നും തോന്നിയാൽ മാത്രമേ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഇക്ക ഉള്ളിൽ ഉറങ്ങുന്നുണ്ട് കേട്ടോ, ഉറങ്ങല്ല ഫോണിൽ കളിക്കുന്നുണ്ട്. അപ്പൊ ഇക്കാരണത്ത് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ, രസമുണ്ടോ ചോദിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതാ ഫ്രീസർ തുറന്ന സമയത്ത് ഇന്നലെ ഐസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പാളൈസ്. അപ്പോൾ അത് ഇന്ത്യ 4 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യയും മിക്കാന്റെയും. അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യത്തിൽ അത് കഴിക്കാൻ മറന്നു കേട്ടോ. പിന്നെ ഇന്നലെ പെൽച്ചക്ക് നീച്ച സമയത്തും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു കഴിക്കാൻ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ മറന്നു. പിന്നെ ബാങ്ക് കൊടുത്തു, അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഈ പെണ്ണ് കണ്ടു, അവള് തിന്നു കേട്ടോ. പിന്നെ ഇത് ഞാൻ ക്യാമറ ഓണാന്ന് അറിയാതെ അങ്ങനെ അവിടെ വെച്ചിട്ട് പോയതാണ് കേട്ടോ. ഞാൻ ഉള്ളിൽ അടിച്ചു വരുമായിരുന്നു, സിറ്റ് ഔട്ടിൽ അങ്ങനെ ഫോൺ വെച്ചിട്ടാണ് പോയതാണ് കേട്ടോ. അപ്പൊ അവളത് അതിലേക്ക് നോക്കി എന്തൊക്കെ കാട്ടിക്കോട്ടുന്നുണ്ട്. പിന്നെ ഫൈസിക്കുട്ടിയൊക്കെ വന്ന് ഫാദുക്കുട്ടിക്കും ഫൈസിക്കൊക്കെ കഞ്ഞിയൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ ഞാനൊന്ന് വേഗം തന്നെ കുളിച്ച് നിസ്കരിച്ചു കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ക്ഷീണമാവും കേട്ടോ. കുളി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു ഉഷാറും ഉണർവൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ചു നേരം ഖുർആനൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നു. പിന്നത്തെ കാര്യങ്ങളൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ.
പിന്നെ നമ്മളിത് ആ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു ചിക്കൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇടാട്ടോ, 2 ദിവസം കഴിഞ്ഞിട്ട് ഇടാം. പിന്നെ അതാ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഒരു നോമ്പ് തുറയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന്. ഫസ്റ്റത്തെ ദിവസം അല്ലേ, ഈത്തപ്പഴവും പിന്നെ ഓറഞ്ചും മുന്തിരി ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ആയിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി, അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പൊ എല്ലാവരും നോമ്പിന് നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.